ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. മഹാഭാഗ്യത്തേരേറി പുതുവർഷം എത്തിക്കഴിഞ്ഞു. ഈ നക്ഷത്ര ജാതകരെ ഇനി പിടിച്ചാൽ കിട്ടില്ല. ഇവർക്കിനി സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങളാണ് വന്നെത്തുന്നത്. അതായത് 5 രാശിക്കാരായ ആളുകൾ ജനുവരി മാസത്തിൽ ഉയർച്ചയിലേക്ക് കുതിച്ചുയരും. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും, അതായത് നിങ്ങളോ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഈ രാശിയിൽ ജനിച്ച ആളുകളാണെങ്കിൽ ഈ സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2026 ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മേടരാശിയിൽ വരുന്ന നിങ്ങൾക്ക് ജനുവരി മാസത്തിൽ വളരെയധികം പുതുമയും ചലനവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. അതായത് ജ്യോതിഷം, വിദ്യാഭ്യാസം, ഗവേഷണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്ന മാസമാണ്. ഉദ്യോഗസ്ഥർക്കും പ്രൊഫഷണലുകൾക്കും മേലധികാരികളുടെ ശ്രദ്ധ നേടുവാൻ കഴിയുന്ന മാസമാണ്. സാമ്പത്തികപരമായി നിങ്ങൾക്ക് വളരെയധികം ക്രമീകരണം ആവശ്യമായിരുന്നാലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സ്ഥിരത കൈവരുന്നതാണ്. കുടുംബത്തിൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ജനുവരി മാസത്തിൽ എടുക്കേണ്ടി വരും. മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾക്ക് വേഗത കൈവരുന്നതാണ്. പഴയ പ്രൊജക്റ്റുകൾ ചർച്ചയാകുവാനും അതുവഴി പുതിയ നേട്ടങ്ങൾക്കുള്ള വഴി തുറക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. കുടുംബപരമായി വളരെയധികം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ മാസം ഇവയെല്ലാം കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ധനപരമായ കാര്യങ്ങളിൽ യാതൊരു രീതിയിലുമുള്ള തിടുക്കം കാണിക്കരുത്. യാത്രകൾ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. 2026 ഈ പുതിയ മാസത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സേവന മേഖലയുള്ളവർക്കും വളരെയധികം തിരക്കേറിയ ദിനങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും ക്രമബദ്ധതയും ആവശ്യമായി വരുന്ന മാസമാണ് ഈ ജനുവരി മാസം. വ്യാപാരികൾക്ക് പഴയ ഉപഭോക്താക്കളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിലെ സ്ത്രീകൾക്ക് സ്വയം തീരുമാനമെടുക്കുവാനുള്ള ആത്മവിശ്വാസം ഉയരുന്നതാണ്. മാസാന്ത്യം മാനസികമായ ശാന്തിയും സംതൃപ്തിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ദിനചര്യകളിലും ചെലവുകളിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ജനുവരി 26 ശേഷം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബത്തിലെ മുതിർന്ന ആളുകളുടെ ഉപദേശം പ്രയോജനകരമായി ഭവിക്കുന്നതാണ്. അത് നിങ്ങളുടെ തൊഴിൽ രംഗത്തും സ്ഥിരമായ പുരോഗതി സമ്മാനിക്കുന്ന മാസമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം. നിങ്ങളുടെ ആശയവിനിമയ കഴിവുകൾക്ക് വളരെയധികം പ്രാധാന്യം ലഭിക്കുന്ന മാസമാണ് ഈ ജനുവരി. അധ്യാപകർ, ആർക്കിടെക്റ്റുകൾ, എഴുത്തുകാർ, IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരും. യാത്രകളിലൂടെ അറിവും ബന്ധങ്ങളും വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായി ചെറിയ ചലനങ്ങൾ ഉണ്ടായാലും നഷ്ടം വരാത്ത രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ തുറന്ന സംഭാഷണം വളരെയധികം ഗുണപ്രദമായി ഭവിക്കുന്നതാണ്. അന്യദേശവാസം, ജോലി എന്നിവ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ജനുവരി മാസം നിങ്ങൾക്ക് സുരക്ഷയും സ്ഥിരതയും മുൻനിർത്തിയുള്ള തീരുമാനങ്ങൾക്ക് വളരെയധികം അനുയോജ്യമായ മാസമാണ്. മക്കൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ വളരെയധികം വർദ്ധിക്കും. ഡോക്ടർമാർ, നഴ്സുമാർ, പരിചരണ മേഖലയിലുള്ള ആളുകൾ നിങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദം കുറഞ്ഞു കിട്ടും. ഭൂമി, വീട്, വാഹനം ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിഗണിക്കപ്പെടുന്നതാണ്. കർഷകർക്ക് വിളവെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ പരീക്ഷണങ്ങൾ നടത്തുവാൻ കഴിയും. ആത്മീയ ചിന്തകൾ വർദ്ധിച്ച് മനസ്സിന് വളരെയധികം ആശ്വാസം ഭവിക്കുന്നതാണ്.
അതുപോലെ ഈ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതികൾ നിശ്ചയിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും. എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന ഒരു പ്രവണതയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുന്നത് ഗുണപ്രദമായി ഭവിക്കുന്നതാണ്. വീടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കർശനമായി എടുക്കേണ്ടി വരും. തൊഴിൽ രംഗത്ത് മനസ്സമാധാനം വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. നേതൃത്വ ഗുണങ്ങൾ തെളിയിക്കുന്ന മാസമാണ് ഈ ജനുവരി മാസം. ബിസിനസ്സുകാർക്കും ഭരണരംഗത്തുള്ളവർക്കും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഫലപ്രദമാകും. പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ ചടങ്ങുകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. ചെലവുകൾ നിയന്ത്രിച്ചാൽ സാമ്പത്തികമായ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാക്കാം. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കൃഷി, പക്ഷി, മൃഗാദികൾ മൂലം ധനലാഭമുണ്ടാകും. ജീവിത പങ്കാളിയുടെയും സന്താനങ്ങളുടെയും അഭിപ്രായം വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കും. ശാരീരികമായി വളരെയധികം ഉന്മേഷമുണ്ടാകുന്ന മാസമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ക്രമവും കൃത്യതയും ആവശ്യമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ മാസം അനുകൂലമാണ്. എഞ്ചിനീയർമാർ, അക്കൗണ്ടന്റുകൾ, ഗവേഷകർ എന്നിവർക്ക് കാര്യങ്ങൾ വ്യക്തതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നതാണ്. പേരുദോഷം ഉണ്ടാകാനുള്ള കാര്യങ്ങളിൽ നിന്നും കഴിവതും വിട്ടു നിൽക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ മുൻകരുതലുകൾ പാലിക്കുന്നത് ഗുണകരമായി ഭവിക്കും. കുടുംബത്തിൽ സഹകരണ മനോഭാവം വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായ ചെറിയ ലാഭങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം. അതുപോലെ നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാൻ ഇടവരും. തൊഴിലിൽ വിജയം, സാമ്പത്തിക ഉന്നതി, ദാമ്പത്യ ഐക്യം, ബന്ധുജന സമാഗമം, കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുക എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഒരു മാസമാണ്. അതായത് ഭാഗ്യം കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നേടുവാൻ കഴിയും. ബന്ധങ്ങളും പങ്കാളിത്തങ്ങളും ശക്തമാകുന്ന കാലഘട്ടമാണ്. നിയമം, ഡിസൈൻ, കലാരംഗം, കൺസൾട്ടൻസി മേഖലകളിലുള്ളവർക്ക് പുതിയ കരാറുകൾ വന്നു ചേരും. വിവാഹ കാര്യങ്ങളിലും ബന്ധങ്ങളിലും സമവായം പുലർത്തുവാൻ കഴിയുന്നതാണ്. യാത്രകളിലൂടെ പുതിയ അവസരങ്ങൾ ഉണ്ടാകും. സ്ത്രീകൾക്ക് വ്യക്തിപരമായ വലിയ നേട്ടങ്ങൾ ഈ ജനുവരി മാസത്തിൽ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ലാഭത്തിലായിത്തീരുന്ന അവസ്ഥയുണ്ടാകും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിൽ അവസരവും വന്നു ചേരും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. നിങ്ങൾക്ക് വളരെയധികം ആഴത്തിലുള്ള ചിന്തയും ഗവേഷണവുമാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത. ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും അന്വേഷണ സ്വഭാവമുള്ളവർക്കും നല്ല പുരോഗതി ദൃശ്യമാകും. സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത ആവശ്യമായി വരുന്നതാണ്. പഴയ വിഷയങ്ങൾ വീണ്ടും പരിഗണിക്കേണ്ടി വരാം. ആത്മീയ പ്രവർത്തനങ്ങൾ മനസ്സിന് ശക്തി സമ്മാനിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുമായി മാത്രമേ പുതിയ പദ്ധതികൾ ആരംഭിക്കാവൂ. പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുവാൻ ശ്രദ്ധിക്കുക. അതായത് വൃശ്ചിക രാശിക്കാർക്ക് 2026 ജനുവരി മാസം നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകും. സമ്മർദ്ദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാനുള്ള വഴി തെളിഞ്ഞു കിട്ടും. ധൈര്യപൂർണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരുന്ന ഒരു സന്ദർഭമുണ്ടാകും. അതായത് തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുന്നതും ഗുണകരമാകും. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. നിങ്ങൾക്ക് വളരെയധികം ദൈവാധീനമുള്ള കാലമാണ്. വിദ്യാഭ്യാസം, പരിശീലനം, വിദേശ ബന്ധങ്ങൾ എന്നിവയിൽ പുരോഗതി കാണുന്ന സമയമാണ്.
അധ്യാപകർ, പരിശീലകർ, യാത്രാ മേഖലയിലുള്ളവർ എന്നിവർക്ക് വളരെയധികം അനുകൂലമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിക്ഷേപങ്ങളിൽ ദീർഘകാല കാഴ്ചപ്പാട് സ്വീകരിക്കുന്നത് ഗുണപ്രദമാകും. കുടുംബ ബന്ധങ്ങളിൽ സന്തോഷകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. അതായത് ആത്മവിശ്വാസം ഉയർന്ന് പുതിയ ലക്ഷ്യങ്ങൾ രൂപപ്പെടുന്ന മാസമാണ്. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കത്തക്കവണ്ണം ഉദ്യോഗ മാറ്റം ലഭിക്കുന്നതിനാൽ വളരെയധികം ആശ്വാസമുണ്ടാകും. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. നിങ്ങൾ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക. കഠിന അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന കാലമാണ്. ഭരണ സാങ്കേതിക നിർമ്മാണ മേഖലയിലുള്ളവർക്ക് വളരെയധികം ഉയർച്ച അനുഭവപ്പെടും. കർഷകർക്ക് സ്ഥിര വരുമാനം നൽകുന്ന തീരുമാനങ്ങൾ എടുക്കാവുന്ന കാലമാണ്. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ ദൃഢത കൈവരും. മാസാന്ത്യം സന്തോഷവും അഭിമാനവും വർദ്ധിക്കുന്ന കാലമാണ്. അതുപോലെ നിങ്ങളുടെ സമാന ചിന്താഗതിയുള്ള ആളുകളുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള അവസരമുണ്ടാകും. പുതിയ വാഹനം, ഗൃഹം എന്നിവ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും നിങ്ങളുടെ ജോലിയിൽ പ്രമോഷനോ സാമ്പത്തിക വർധനവോ പ്രതീക്ഷിക്കാം. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് സൽസന്താന ഭാഗ്യമുള്ള കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടുവാൻ കഴിയും. പുതിയ ആശയങ്ങളും സാമൂഹിക ഇടപെടലുകളും വർദ്ധിക്കുന്ന കാലമാണ്. ടെക്നോളജി നവീകരണം, സാമൂഹ്യ പ്രവർത്തനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം വന്നു ചേരും. സുഹൃത്തുക്കളുടെ സഹായം നിർണായകമാകുന്ന കാലമാണ്. ധനപരമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസം കൂടിയാണ് ഈ ജനുവരി മാസം. അതുപോലെ ഏറെക്കുറെ പൂർത്തിയായ ഗൃഹത്തിൽ താമസം തുടങ്ങുവാൻ സാധിക്കും. വിദേശത്തുള്ള ആളുകൾക്ക് സ്ഥിര താമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉദ്യോഗത്തിൽ ഉയർന്ന പദവിയും ഈ മാസം പ്രതീക്ഷിക്കാം. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുവാൻ സാധിക്കും. ആത്മീയതയും സൃഷ്ടിപരതയും കൈ കോർക്കുന്ന സമയമാണ്. കലാകാരന്മാർക്കും ചികിത്സാ രംഗത്തുള്ള ആളുകൾക്കും മാനസികമായ സംതൃപ്തി ലഭിക്കുന്നതാണ്. വരുമാനത്തിൽ സ്ഥിരത അനുഭവപ്പെടും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ആഴമേറിയതാകുന്നതാണ്. ചില കാര്യങ്ങൾ വൈകിയാലും അവസാന ഫലം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. വിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന മാസമാണ് 2026 ഈ ജനുവരി മാസം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.